തൃശൂർ പൂരം സംബന്ധിച്ച് നല്ല രീതിയിൽ തന്നെ പരിശോധന നടത്താൻ നേരത്തെ ചുമതലപ്പെടുത്തിയതാണ്. അത് നടക്കുന്നുണ്ട് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വസ്തുതകൾക്കനുസരിച്ചുള്ള റിപ്പോർട്ടല്ല വിവരാവകാശ പ്രകാരമുള്ള ചോദ്യത്തിന് മറുപടി നൽകിയത്. അതിനാലാണ് പോലീസ് ആസ്ഥാനത്തെ വിവരാവകാശ ഓഫീസർക്കെതിരെ നടപടിയെടുത്തത് എന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വിവരാവകാശ ഓഫീസറായ ഡിവൈഎസ്പിയെ അന്വേഷണ വിധേയമായി മാറ്റി നിർത്തിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഇങ്ങനെ: തൃശ്ശൂർ കാര്യം സംബന്ധിച്ച്, നമ്മുടെ പൂരം സംബന്ധിച്ചുള്ള കാര്യത്തിൽ നല്ല രീതിയിൽ തന്നെ പരിശോധന നടത്താൻ നേരത്തെ ചുമതലപ്പെടുത്തിയതാണ്. ആ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു റിപ്പോർട്ട് സാധാരണഗതിയിൽ ആ വസ്തുതകൾ അംഗീകരിക്കാത്ത റിപ്പോർട്ടുകളാണ് വന്നിട്ടുള്ളത്. ആ വസ്തുതകൾക്കനുസരിച്ചല്ല റിപ്പോർട്ട് വന്നിട്ടുള്ളത്. റിപ്പോർട്ടല്ല, ഈ റിപ്പോർട്ട് നൽകിയത് ഈ വിവരാവകാശ കമ്മീഷന് വിവരാവകാശ പ്രകാരമുള്ള നോട്ടീസിന് മറുപടി കൊടുത്തു എന്ന് പറയുന്നത് വസ്തുതകളനുസരിച്ചല്ല. അത് പ്രഥമദൃഷ്ട്യാ ബോധ്യപ്പെട്ടതുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ ഒരു മാറ്റി നിർത്തി അന്വേഷണം നടത്തുന്ന നില സ്വീകരിച്ചിട്ടുള്ളത്. അതോടൊപ്പം ഈ നേരത്തെ തന്നെ ആ അന്വേഷണം പൂർത്തിയാക്കേണ്ടതായിരുന്നു. അത് കുറച്ചുകൂടി സമയം വേണമെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് എൻ്റെ മുന്നിലൊരു കടലാസ് വന്നു. അപ്പോൾ ഞാനതിൽ പറഞ്ഞു 24-ാം തീയതിക്ക് മുൻപായി ഈ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകിയിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരവിട്ടിട്ടുണ്ട്. 24-ാം തീയതിക്കുള്ളിൽ കിട്ടുമെന്നാണ് തോന്നുന്നത്. അങ്ങനെ അല്ല, ഞാൻ ഉള്ള കാര്യം പറയട്ടെ, ഇതിൻ്റെ പിന്നെ നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കാം. എൻ്റെ അടുത്ത് കടലാസുകൾ വന്നപ്പോൾ ഒരാഴ്ച മുമ്പാണത് വരുന്നത്. ആ വന്നപ്പോൾ 24-ാം തീയതിക്ക് മുൻപ് ഇത് റിപ്പോർട്ട് കിട്ടിയിരിക്കണം എന്ന് പറഞ്ഞ് ഉത്തരവിട്ടിട്ടുണ്ട്. ആ റിപ്പോർട്ട് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട അന്വേഷണം അങ്ങ് പ്രഖ്യാപിക്കുന്നത് 2024 ഏപ്രിൽ 21-നാണ്. ഇത്രയും കാലം കൊണ്ട് എന്തുകൊണ്ടാണ് ഈ അന്വേഷണം പൂർത്തിയാക്കാത്തത്? കാരണം കുറ്റാരോപിതനായ ADGP MR അജിത്കുമാറിനെതിരെ PV അൻവർ ആരോപണം ഉന്നയിച്ചതിന് ശേഷമാണ് അങ്ങക്ക് ഈ നീട്ടിക്കിട്ടണമെന്ന അപേക്ഷ അങ്ങക്ക് വരുന്നത്. ഏപ്രിൽ 30 ഓഫീസറിന്റെ വാർത്താക്കുറിപ്പിൽ ഒരാഴ്ചയ്ക്കകത്ത് അന്വേഷണം ഉണ്ടാവുന്ന ഒരു വാർത്താക്കുറിപ്പ് ഉണ്ടായിരുന്നു. അത് സ്വാഭാവികമായിട്ട് അത് വൈകുമ്പം മുഖ്യമന്ത്രി തന്നെ ഒരാഴ്ച ഒരു മാസമെങ്കിലും കഴിയുമ്പോൾ മുഖ്യമന്ത്രി അതിനെക്കുറിച്ച് തിരക്കേണ്ടതല്ലേ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട. അത് സാധാരണ നിലക്ക് ഇത്തരം കാര്യങ്ങൾ സ്വാഭാവികമായിട്ട് ചോദിക്കുമല്ലോ. എന്തുകൊണ്ട് റിപ്പോർട്ട് തരുന്നില്ല എന്ന് ചോദിക്കുമല്ലോ. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടിട്ടുണ്ട്. ഒരു സംശയം അതിൽ വേണ്ട. അതാണ് ഞാൻ പറഞ്ഞത്. ആ ഇടപെട്ട കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടും ഈ തെറ്റായ വാർത്ത എന്തുകൊണ്ട് കൊടുത്തു, ഈ വിവരാവകാശത്തിന് തെറ്റായ മറുപടി എന്തുകൊണ്ട് കൊടുത്തു, അതാണ് അതിൽ പ്രശ്നമായിട്ട് വന്നത്. അതാണ് അദ്ദേഹത്തിൻ്റെ മേലെ നടപടിക്കും റെഡിയാക്കിയത്. വിമർശനം ഉയർത്തുന്നുണ്ടല്ലോ. ADGP അജിത് കുമാറിനെതിരെയാണ് ആരോപണങ്ങൾ ഉയർത്തുന്നത്. ആ ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥൻ തന്നെ ഈ തൃശ്ശൂർ പൂരം കലങ്ങിയതുമായി ബന്ധപ്പെട്ട വിഷയം അന്വേഷിച്ചാൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ ഇപ്പോൾ മാറ്റിയിട്ടില്ല. അന്വേഷണ ഉദ്യോഗസ്ഥൻ അന്വേഷിക്കട്ടെ, അന്വേഷണ ഉത്തരവ് വരട്ടെ, അത് വരട്ടെ. ഈ ആരോപണം ഉന്നയിക്കുന്നത് വരെ അങ്ങയോട് ഈ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് സമയം വേണമെന്ന കാര്യം ADGP MR അജിത് കുമാർ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ ചോദിച്ചിട്ടില്ല. അപ്പോൾ ഈ ആരോപണം വന്ന ശേഷമാണ്, ഇത് പൊതുസമൂഹത്തിൽ ചർച്ചയായ ശേഷമാണ് അങ്ങോട്ട് ചോദിക്കുന്നത്. അതിൽ തന്നെ ഒരു അഗ്ലി ഹേസ്റ്റില്ല അതിനകത്ത്. അങ്ങനെയല്ലത് നിങ്ങൾ കാണേണ്ടത്. അതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ അന്വേഷിക്കുമല്ലോ. എന്തുകൊണ്ട് തരുന്നില്ല, എന്താണ് തരാത്തത്, ഉടനെ തരണം എന്ന് പറയല്ലോ. ആ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഈ പറഞ്ഞ വിവരം എൻ്റെ അടുത്ത് വരുന്നത്. അത് കഴിഞ്ഞ ആഴ്ചയാണ്. ആ വിവരം വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഒരാഴ്ച ഏകദേശം ഉണ്ടാവും, ഈ 24-ാം തീയതിക്ക് മുൻപായി ഇക്കാര്യത്തിൽ തീരുമാനം വേണം എന്ന് പറഞ്ഞു.